നമസ്കാരം. ഇന്ന് എനിക്കൊരു സംശയം അറിയാനുള്ളത് അല്ലെങ്കിൽ ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സാറിനോടാണ്. 3-4 വർഷമായിട്ട് ശബരിമലയിൽ നിരന്തരം നമ്മൾ കേൾക്കുന്ന ഒരു പ്രചരണമാണ്. ശബരിമലയെ പറ്റി പറയുമ്പോൾ കേൾക്കുന്ന ഒരു പ്രചരണമാണ് പ്ലാസ്റ്റിക് മുക്ത പൂങ്കാവനം, പൊന്നമ്പലമേട് എന്നൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിന്ന് പോകുന്ന സ്വാമിമാർ ആരും തന്നെ പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഞാൻ ഉൾപ്പെടെയുള്ളവർ പ്ലാസ്റ്റിക് ഒഴിവാക്കി തന്നെയാണ് പോയത്. അതായത് പ്ലാസ്റ്റിക് പാക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം പേപ്പറിലേക്ക് പകർത്തി ആണ് ഇരുമുടിയിൽ വെച്ചാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് കണ്ടപ്പോഴത്തേക്ക് നമ്മളെ കൂടെ നമ്മൾ അവിടെ വരുന്ന ഭക്തജനങ്ങളിൽ ഒരു 10% പോലും നമ്മളില്ല, കേരളത്തിൽ നിന്നുള്ളവരില്ല. 90-95% മറ്റുള്ള സംസ്ഥാനത്ത് നിന്ന് വരുന്ന സ്വാമിമാരാണ്. അവരെല്ലാം ഇങ്ങനെ കൂട്ടം കൂടി ഇരുന്നാണ് അവരുടെ ഇരുമുടി കെട്ട് അഴിക്കുന്നത്. അപ്പോൾ രാത്രി ഞാനവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഒറ്റ മനുഷ്യരും പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ടില്ല. ഇത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് വല്ലാതെ സങ്കടം തോന്നി. കാരണം ഇതെന്താണ് ഇങ്ങനെ? അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ദർശനത്തിന് ഞാൻ പോയപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ ഈ ആശയം ഉന്നയിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് മിക്കവാറും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ആവർത്തിക്കേണ്ടി വരുന്നത്. എന്താണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സാർ, നമ്മൾ ഈ ഇത്തരം തീരുമാനങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഭക്തർക്ക് വേണ്ടി മാത്രമുള്ളതാണോ, അതോ പൊന്നമ്പലം വേണ്ടി വരുന്ന സകലമാനം ഭക്തർക്കും ഉള്ള ഒരു തീരുമാനമാണോ? എങ്കിൽ മറ്റുള്ള സംസ്ഥാനത്ത് നിന്ന് വരുന്നവരാരും ഇത് ഫോളോ ചെയ്യുന്നില്ലല്ലോ. അതെന്തുകൊണ്ട്? അവർക്ക് ബാധകമല്ലേ? അതോ അവർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്ത ഈ തീരുമാനം അവരെ അറിഞ്ഞിട്ടില്ലേ എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് ചോദിക്കാനുള്ളത്. ദർശനമെല്ലാം കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുമ്പം നമ്മൾ വളരെ പതുക്കെയാണ് വരുന്നത്. കാരണം കുത്തിറക്കമല്ലേ, വളരെ പതുക്കെയാണ്. അവിടെ ഇവിടെയൊക്കെ നിന്നും ഇരുന്നും പമ്പയെ വന്ന് ചായയൊക്കെ കുടിച്ചാണ്. ഈ വഴിക്ക് മറ്റുള്ള സംസ്ഥാനത്തു നിന്നുള്ള സ്വാമിമാരുമായിട്ട് പലരുമായിട്ട് ഞാൻ ഈ ആശയത്തെ ഞാനൊന്ന് അന്വേഷിച്ചു. ഇതെന്താണ് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടല്ലോ, നിങ്ങളാരും അറിഞ്ഞിട്ടില്ലേ? എന്താണ് നിങ്ങളിത് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? ഈ പൂങ്കാവനത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടണമെന്നുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ ഈ 2 മാസം കഴിഞ്ഞുള്ളൂ, നമ്മുടെ ഈ 2 മാസമേ ഉള്ളൂ മനുഷ്യരായിട്ടുള്ളവർ ഇവിടെ വന്നു പോകുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ 90 ബാക്കി വരുന്ന ഈ 30-300 ദിവസങ്ങളും മൃഗങ്ങളുടെ ആണല്ലോ ഈ വനമെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് നമ്മുടെയും കൂടെ ചുമതലയല്ലേ എന്നൊക്കെ എനിക്ക് അറിയാവുന്ന ഭാഷയിൽ മറ്റുള്ള സംസ്ഥാനത്തു നിന്നുള്ളവരോട്, ആന്ധ്രയാകട്ടെ, തമിഴ്നാടാകട്ടെ, കർണാടക ആകട്ടെ, മഹാരാഷ്ട്ര ആകട്ടെ, വെസ്റ്റ് ബംഗാൾ ആകട്ടെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളം ആൾക്കാർ വന്നിരുന്നു. ഇവരോടെല്ലാം അന്വേഷിച്ചപ്പം അവർക്ക് അതിനെപ്പറ്റി കാര്യമായ ഗ്രാഹ്യമില്ല, അറിവില്ല എന്ന് തന്നെയാണ്. തന്നെയുമല്ല, അത്തരം തീരുമാനങ്ങൾ ശക്തമായിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ഞങ്ങളായിരിക്കും അതിന് മുൻകൈ എടുക്കുക. ഈ പവിത്രത, വനത്തിൻ്റെ പവിത്രത, പൊന്നമ്പലമേടിൻ്റെ പവിത്രത സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെയും കൂടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞങ്ങളായിരിക്കും അതിന് ആദ്യം മുൻകൈ എടുത്ത് നിൽക്കുക. പക്ഷേ ഞങ്ങൾ അതിൽ ബോധവാന്മാരല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത്. അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മാനസികപരമായിട്ട് വിഷമമുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ മിനിയാന്ന് ഈ ചോദ്യം ആവർത്തിച്ചെങ്കിലും അത് ഇന്ന് ഒന്നും കൂടി വ്യക്തമായ രീതിയിൽ ആവശ്യപ്പെടാം എന്ന് വിചാരിച്ചാണ് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാറിനോട് ഞാൻ ഈ അഭിപ്രായം ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു, എവിടെയാണ് ഇതിന് ഈ വീഴ്ച പറ്റുന്നത് എന്നാണ്. കാരണം ഈ ദർശനം കഴിഞ്ഞാൽ പിന്നെ ഈ 2 മാസത്തെ ദർശനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പരിസരമൊക്കെ വൃത്തിയാക്കാനായിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ അവിടെ വരാറുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിനകത്തൊക്കെ കണ്ടിട്ടുണ്ട്. പരിസരമൊക്കെ വൃത്തിയാക്കുന്നതും ധാരാളം പ്ലാസ്റ്റിക്കുകൾ അവർ ശേഖരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇത്തരം തീരുമാനങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ള സംസ്ഥാനത്തു നിന്നുള്ള സ്വാമിമാർ അറിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഈ എളിയ അന്വേഷണത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൽ എന്താണ്, എവിടെയാണ് അവരെ അറിയിക്കുന്നതിൽ എന്താണ് തടസ്സം, എവിടെയാണ് അവരെ അറിയിക്കുന്നതിൽ തടസ്സം സംഭവിച്ചത് എന്നൊക്കെ ഒന്ന് അറിയണമെന്നുണ്ട്. ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാർ ഇതൊന്ന് എനിക്ക് വേണ്ടിയല്ല, നമ്മുടെ ഈ പൊന്നു പൂങ്കാവനം
100% അതിൻ്റെ വനത്തിൻ്റെ ഭംഗിയോടെ ആ മൃഗങ്ങൾക്ക് യാതൊരു ദോഷം വരാതെ സംരക്ഷിക്കപ്പെടണം എന്ന ഒരു ആത്മാർത്ഥതയോടുകൂടിയാണ് ഞാൻ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ദയവായി ഇതിൻ്റെ നല്ലൊരു മറുപടി നടപടിയിലൂടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.